ആ ഉയർത്തെഴുന്നേൽപ്പിനെ വരവേൽക്കാനായി ശാസ്ത്രലോകം കാത്തിരുന്നു. അവസാനം ആ സമയം വന്നെത്തി. എല്ലാവരുടെയും കണ്ണുകൾ ECG മെഷീനിലാണ്. ഏതോ കാലത്ത് ഭാരതത്തിലെ മഹാമുനിമാർ ചിട്ടപ്പെടുത്തിയ ഒരു താന്ത്രിക പരിശീലന രീതിയാണ് യോഗ. ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന പ്രത്യാശയുടെ ദീപസ്തംഭമായി ഉയർന്നു വന്നിരിക്കുകയാണ് യോഗ. അതിന്റെ സാർവത്രികമായ ആകർഷണവും പരിവർത്തന ശക്തിയും ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ ഫലമായി എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചു വരുന്നു. യോഗ വെറും ഒരു ശാരീരിക അഭ്യാസം മാത്രമല്ല, അതിന്റെ ആഴത്തിലുള്ള ആത്മീയവും മാനസികവുമായ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. ആ ഗുണങ്ങൾക്കുള്ള ആദരവ് കൂടിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. പാശ്ചാത്യർ വെറും അന്ധവിശ്വാസികൾ അല്ല. അവർ പഠനങ്ങളിലൂടെയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയുമാണ് യോഗയുടെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കിയത്. യോഗികളിൽ നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ തന്നെ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. യോഗികൾക്ക് സ്വന്തം ഇച്ഛാശക്തിയാൽ അവരുടെ ഹൃദയസ്പന്ദനത്തിന്റെ തോത് ഉയർത്താനും താഴ്ത്താനും കഴിയുമെന്ന് മനസ്സിലായി. അവർക്ക് അവരുടെ പൾസ് റേറ്റിനെ നിയന്ത്രിക്കാനും കഴിയുന്നുണ്ട്. ഈ കണ്ടെത്തൽ കൂടുതൽ പരിചയസമ്പന്നരായ യോഗികളിൽ പരീക്ഷണം ആവർത്തിക്കാൻ പാശ്ചാത്യ ഗവേഷകർക്ക് പ്രേരണയായി. ഇത്തരം പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അതാതു കാലങ്ങളിലെ പത്രപംക്തികളിൽ വന്നിട്ടുള്ളതാണ്. അത്തരത്തിൽ 1990കളിൽ അന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സംഭവം നടക്കുന്നത് ഇറ്റലിയിലാണ്. ഒരു മെലിഞ്ഞ മനുഷ്യനെ പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട ഒരു മുറിയിലെ മേശമേൽ കിടത്തിയിരിക്കുന്ന ചിത്രമാണ് ബോക്സ് കോളത്തിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത്. അയാളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള എല്ലാത്തരം ഉപകരണങ്ങളും അയാളുടെ ശരീരത്തിലും തലയിലുമെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ടെക്നീഷ്യന്മാരും ഡോക്ടർമാരും അല്പം മാറി നിലയുറപ്പിച്ചിരിക്കുന്നതായി ആ ഫോട്ടോയിൽ കാണാമായിരുന്നു. ആ വാർത്തയുടെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: ആ ടേബിളിൽ കിടക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ ഒരു കാശ്മീരി യോഗിയാണ്. അയാൾ തന്റെ ഹിമാലയൻ ഗുരുവിൽ നിന്നും യോഗയും മെഡിറ്റേഷനും പരിശീലിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷത്തിലേറെ ആയിരുന്നു. ഈ മെഡിക്കൽ ലാബിൽ തന്റെ ഹാർട്ടും പൾസും പൂർണ്ണമായും നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് ആ കാശ്മീരി യോഗി. 36 മണിക്കൂർ നേരത്തേക്കാണ് അയാൾ സ്വന്തം ഹൃദയത്തെ സ്തംഭിപ്പിക്കാൻ പോകുന്നത്. അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൗണ്ട് ഡൗൺ ആരംഭിക്കുകയായി. ECG മെഷീനും EEG മെഷീനുമെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. അയാളുടെ ഹൃദയതാളങ്ങൾ അല്പനേരം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സാവകാശം അതിന്റെ കൗണ്ട് കുറയുന്നതായും അവസാനം ഒരു നേർരേഖയിൽ അവസാനിച്ച് പൂർണ്ണമായും നിലച്ചതായും ECG മെഷീൻ രേഖപ്പെടുത്തി. അയാളുടെ ഹൃദയം പൂർണ്ണമായും നിന്നുകഴിഞ്ഞു. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയാവുന്ന അവസ്ഥ. അതേസമയം EEG മെഷീൻ തലച്ചോറിലെ ബയോ ഇലക്ട്രിസിറ്റിയുടെ വ്യതിയാനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ സമയം ഉപകരണം 70% ആൽഫ തരംഗങ്ങളുടെ പ്രവാഹമാണ് രേഖപ്പെടുത്തിയത്. ശക്തമായ ഇച്ഛാശക്തിയോടെ യോഗി വ്യത്യസ്ത ബോധാവസ്ഥകളിലേക്ക് മാറി മാറി പ്രവേശിക്കുന്നതായി ഗവേഷകർക്ക് കാണാനായി. ശരീരം പൂർണ്ണമായും വിശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം യോഗനിദ്രയുടെ അവസ്ഥയിലേക്ക് പ്രവേശിച്ചത്. ഇതിനു വേണ്ടി എടുത്തത് 5 മിനിറ്റ് സമയം മാത്രമാണ്. ഇനി കാത്തിരിപ്പാണ്. യോഗി പറഞ്ഞിരിക്കുന്ന സമയം 36 മണിക്കൂറാണ്. ആ സമയം വരാനായി ശാസ്ത്രലോകം കാത്തിരുന്നു. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഹൃദയം സ്തംഭിച്ച് മരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അടുത്ത 36 മണിക്കൂർ കടന്നുപോയാൽ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ വരവേൽക്കാനായി ശാസ്ത്രലോകം കാത്തിരുന്നു. അവസാനം ആ സമയം വന്നെത്തി. എല്ലാവരുടെയും കണ്ണുകൾ ECG മെഷീനിലാണ്. വെറും ഫ്ലാറ്റ് ആയ ഒരു നേർരേഖ മാത്രം കാണിച്ചിരുന്ന ആ സ്ക്രീനിൽ ചെറിയ ഒരിളക്കം കാണപ്പെട്ടു. പിന്നീട് അല്പനേരത്തേക്ക് അനക്കമൊന്നുമില്ല. അല്പം കഴിഞ്ഞു വീണ്ടും ഒരിളക്കം. അങ്ങനെ 2-3 തവണ ആവർത്തിക്കപ്പെട്ടു. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹൃദയതാളങ്ങൾ സാധാരണ നിലയിലേക്ക് ഉയർന്നു തുടങ്ങി. അഗാധമായ ഒരു ഗാഠനിദ്രയിൽ നിന്നും ഉണർന്നതുപോലെ യോഗി കണ്ണ് തുറന്നു. 36 മണിക്കൂർ നേരത്തെ യോഗനിദ്ര അവസാനിപ്പിച്ചുകൊണ്ട് യോഗി സാവകാശം എഴുന്നേറ്റിരുന്നു. തുടർന്നു നടന്ന പത്രസമ്മേളനത്തിൽ യോഗി പറഞ്ഞു, ബാബ എന്ന് വിളിക്കുന്ന ഹിമാലയൻ ഗുരുവിന്റെ കീഴിൽ 15 വർഷത്തെ നിരന്തര പരിശീലനത്തിലൂടെ ആണത്രേ അയാൾക്ക് ഈ സിദ്ധി കൈവന്നത്. ഹിമാലയൻ ഗുരുക്കന്മാരാരും തന്നെ ഇത്തരം പ്രകടനങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല.
എന്നാൽ ഈ ഭൂമിയിൽ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി മാത്രമാണത്രേ അയാൾ ഈ വിദ്യ ശാസ്ത്രലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അയാൾ തിരികെ ഭാരതത്തിലേക്ക് യാത്രയായതായി പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടതായി വാർത്തയൊന്നുമില്ല. ഒരുപക്ഷെ ആ യോഗി ഹിമാലയത്തിലെ ഏതോ ഗുഹക്കുള്ളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാവാം. മനുഷ്യ ശരീരശാസ്ത്രത്തിന്റെ സ്വയം നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ച് പാശ്ചാത്യ ശാസ്ത്രത്തിന്റെ മിഥ്യാധാരണകളെ തകർത്തുകൊണ്ടാണ് ആ യോഗി എവിടെയോ പോയി മറഞ്ഞത്. അത് മാത്രമല്ല, വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യവും അവിടെ സംഭവിച്ചു. അതു മറ്റൊന്നുമല്ല, 36 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം തന്റെ ഹൃദയത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് യോഗനിദ്രയിൽ തുടർന്നത്. അതിനുശേഷം അദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ ജീവനുള്ളവനായി തിരികെ എത്തുകയും ചെയ്തു. ഓർമ്മിക്കുക, 36 മണിക്കൂർ. ആ 36 മണിക്കൂറിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതൊരു മഹാരഹസ്യമാണ്. ആ രഹസ്യത്തിന്റെ കല്ലർ തുറക്കുന്നു അടുത്ത ലക്കത്തിൽ. Thank you for watching. Stay tuned for the next episode. Goodbye.